ഓക്കെ, സോ നമ്മുടെ മിസ്റ്റർ പെർഫെക്റ്റ് ടെക് ഫാമിലിയിൽ വന്നു ചേർന്ന പുതിയൊരു ഫാമിലി മെമ്പറിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതാണ് നമ്മുടെ പുതിയ PC ബിൽഡ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ കോമ്പനൻസ് ആണ് ഞാൻ ഈ ഒരു PC ബിൽഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ആ ഒരു കോമ്പനൻറ്റ് ചൂസ് ചെയ്തത്, ആ കാരണങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ഇതിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഈ PC ബിൽഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് താങ്ക് യൂസ് പറയാനുണ്ട്. ഫസ്റ്റ് ആണ് നമ്മുടെ മല്ലു ഡിസ്കവറി TV ചാനലിലുള്ള ഫർഹാൻ ബ്രോ ആണ്. പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പുള്ളിക്ക് നല്ല ഐഡിയ ഉണ്ട് ഈ PC കോമ്പനൻസും PC ബിൽഡും ഏതൊക്കെയാണ് നല്ല കോമ്പിനേഷൻ. പുള്ളിക്ക് നല്ല ഐഡിയ ഉണ്ട്. താങ്ക് യു ഫർഹാൻ ഫോർ ദ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ആൻഡ് താങ്ക് യു ഫോർ റെക്കമെൻഡിങ് ഗീക്ക് ബോസ്. ഓക്കെ, സോ ഗീക്ക് ബോസിനും താങ്ക് യു പറയണം. സ്പെഷ്യലി ഗീക്ക് ബോസിലുള്ള പ്രശാന്ത്, പുള്ളിക്ക് നല്ല ഐഡിയ ഉണ്ട്. ഗീക്ക് ബോസ് എന്ന് പറയുമ്പോൾ ഒരു PC ബിൽഡേഴ്സ് ആണ് അവർ. അതിനോടൊപ്പം തന്നെ അവർ PC എന്തൂസിയാസ്റ്റും കൂടിയാണ്. സോ PC ബിൽഡും PC കോമ്പനൻസിനെ കുറിച്ച് പാഷൻ ഉള്ളവരാണ് അവർ. സോ തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്പ്, പ്രശാന്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വിളിച്ച് ചോദിക്കും ഏതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ, ഏതാണ് ബെസ്റ്റ്, ഈ കോമ്പനൻ്റെ കൂടെ ഏതായിരിക്കും ബെസ്റ്റ് ഫിറ്റ്, അതൊക്കെ ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളും ചെക്കൗട്ട് ചെയ്യുക ഗീക്ക് ബോസ്. ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ലൂടെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിവേ, നൗ ബാക്ക് ടു PC ബിൽഡ്. ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്ന എല്ലാ കോമ്പനൻസിൻ്റെ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് കാണാൻ പോകുന്ന എലമെൻ്റ് ആണ് ഓബ്വിയസ്ലി ക്യാബിനറ്റ്. സോ ഞാനൊരു വൈറ്റ് ക്യാബിനറ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതൊരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ബ്ലാക്ക് ആയിരുന്നു. ഞാനിത് മേടിക്കാൻ ഇറങ്ങിയപ്പോൾ ബ്ലാക്ക് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വൈറ്റ്. പിന്നെ വൈറ്റ് ഒരു ഡിഫറെൻറ്റ് കളറാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പം ട്രെൻഡിങ് വൈറ്റ് ആണ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. പിന്നെ ഈ RGB ലൈറ്റും കുറച്ചും കൂടെ സട്ടലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് വൈറ്റ് ക്യാബിനറ്റിലാണ്. സോ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ക്യാബിനറ്റ് എടുത്തത്. ഈ ക്യാബിനറ്റാണ് ഡീപ്പ് കൂളിൻ്റെ മാട്രിക്സ് 55V3 വൈറ്റ് ADD RGB ക്യാബിനറ്റ് ആണ്. സോ ഈ ഒരു ക്യാബിനറ്റിൻ്റെ എക്സാക്റ്റ് ബ്ലാക്ക് വേരിയൻറ്റും ഉണ്ട്. ഇത് വൈറ്റ് ആണ്, ബ്ലാക്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടമെങ്കിൽ അതും വാങ്ങാം, നോ ഇഷ്യൂസ്. പിന്നെ ഈ ഒരു ക്യാബിനറ്റ് വാങ്ങാനുള്ള മെയിൻ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ക്യാബിനറ്റാണ്, നല്ല ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട് ഉള്ളിൽ. പിന്നെ മേളിൽ എക്സോസ്റ്റ് ഉണ്ട്, ബാക്കിൽ ഗ്രില്ലുണ്ട്, ബോട്ടമിൽ ഗ്രില്ലുണ്ട്, പിന്നെ ഫ്രണ്ട് സൈഡിലും ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എയർ ഫ്ലോ നടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഇതിൻ്റെ തന്നെ ഫാൻ, ഈ ഒരു ക്യാബിനറ്റിൻ്റെ കൂടെ വരുന്ന RGB ഫാൻ ഉണ്ട്, ARGB ഫാൻസ് ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ടിൻറ്റഡ് ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ ടോപ്പിൽ എക്സ്ട്രാ നമുക്ക് USB സ്ലോട്ട്സ് വരുന്നുണ്ട്, ഓഡിയോ സ്ലോട്ട്സും വരുന്നുണ്ട്. പിന്നെ പവർ ബട്ടണും ടോപ്പിലാണ്. നെക്സ്റ്റ് കോമ്പനൻ്റ് ആണ് മദർ ബോർഡ്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മദർ ബോർഡാണ് MSIൻ്റെ B550M Pro VDH Wi-Fi. സോ ഇൻബിൽട്ട് Wi-Fi കോമ്പനൻ്റ് ഉള്ള ഒരു മദർ ബോർഡാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. മദർ ബോർഡ് ഒരുപാട് കമ്പനീസിൻ്റെ വരാറുണ്ട്. സോ അതൊരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ബെസ്റ്റ് മദർ ബോർഡ് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മദർ ബോർഡ് വാങ്ങിയത്. ഈ മദർ ബോർഡിൻ്റെ ഡീറ്റെയിൽഡ് കോമ്പനൻസും ഡീറ്റെയിൽഡ് സ്ലോട്ട്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഒരുപാട് സമയം എടുക്കും. അല്ലെങ്കിൽ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് അവിടെ എല്ലാം ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നെക്സ്റ്റ് ആണ് പ്രോസസ്സർ. സോ ഇവിടെ എന്തായാലും തീർച്ചയായിട്ടും രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഇൻറ്റൽ അല്ലെങ്കിൽ AMD. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ബെസ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ബെസ്റ്റ് പെർഫോമൻസ് എനിക്ക് വേണമായിരുന്നു. സോ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഒന്നെങ്കിൽ AMD Ryzen 5000 സീരീസിലുള്ള 5600X എടുക്കാം, അല്ലെങ്കിൽ ഇൻറ്റലിൻ്റെ i7 ചിപ്പ് 10th ജനറേഷൻ K സീരീസ് ചിപ്പ് എടുക്കാം. ഇതാണ് ബേസിക്കലി രണ്ട് ഓപ്ഷൻസ്. സോ നിങ്ങളുടെ മെയിൻ ഉദ്ദേശം ഗെയിമിംഗ് ആണെങ്കിൽ ഇൻറ്റൽ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഓൺലി ഗെയിമിംഗ് ആണെങ്കിൽ ഇൻറ്റൽ ആയിരിക്കും കുറച്ചും കൂടി ബെസ്റ്റ് ഓപ്ഷൻ. അതല്ല ഗെയിമിംഗ്, എഡിറ്റിംഗ്, റെൻഡറിങ് ഒക്കെ ആണെങ്കിൽ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് പ്ലസ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് ഉണ്ടെങ്കിലും ബെസ്റ്റ് ഓപ്ഷൻ AMD Ryzen. നമ്മളെടുത്ത AMD Ryzen 5000 സീരീസ് ഉള്ള 5600X പ്രോസസ്സർ ആയിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ്. ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് കൂടി ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ AMD പ്രോസസ്സറിൻ്റെ കൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്, അതാണ് അപ്ഗ്രേഡിൻ്റെ ഫ്ലെക്സിബിലിറ്റി. എന്ന് പറയുകയാണെങ്കിൽ ഇൻറ്റലിന് നമ്മൾ i7 എടുത്താൽ പിന്നീട് i9ലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കംപ്ലീറ്റ്ലി മദർ ബോർഡൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. പക്ഷേ AMDയിൽ ആ ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്, സെയിം മദർ ബോർഡ് വെച്ചിട്ട് BIOS മാത്രം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കൂടിയ ഒരു പ്രൊസസ്സർ AMDയുടെ വേണമെങ്കിൽ ഈ മദർ ബോർഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു അപ്ഗ്രേഡുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു പ്രോസസ്സർ സെലക്ട് ചെയ്തത്. എന്തായാലും പ്രോസസ്സറിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്, സോ അതിൻ്റെ കൂളിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഒരുപാട് പേരുടെ മനസ്സിൽ വരുന്ന ഒരു ഡൗട്ടാണ്, ഡെഡിക്കേറ്റഡ് കൂളിങ്ങിൻ്റെ ആവശ്യമുണ്ടോ അതോ ഇല്ലയോ. ഇതൊരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ CPU അല്ലെങ്കിൽ നിങ്ങളുടെ PC യൂസ് ചെയ്യാൻ പോകുന്നത്, അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഒരു ഫൈനൽ പ്രോഡക്റ്റ്. ഈ ഒരു പ്രോസസ്സറിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഫാനും വരുന്നുണ്ട്. സോ നോർമൽ യൂസിന് വേണ്ടി ഓക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഗെയിമിംഗ്, വീഡിയോ റെൻഡറിങ്, നിങ്ങളുടെ ഒരു
ഡെയിലി ഗെയിമിംഗ്, ഡെയിലി വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ റെൻഡറിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ലിക്വിഡ് കൂളിംഗ് വാങ്ങുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫസ്റ്റ് വാങ്ങാതെ പിന്നീട് അത് മനസ്സിലാക്കിയിട്ട്, അതായത് ടെമ്പറേച്ചർ നല്ലോണം കൂടുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം വേണം എന്ന് മനസ്സിലാക്കുന്ന ഭേദം, അതിനൊക്കെ ഭേദമായിരിക്കും ഫസ്റ്റ് തന്നെ പിടിപ്പിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നമ്മുടെ ക്യാബിനറ്റ് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ വൈറ്റ് ലിക്വിഡ് കൂളിംഗ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഡീപ്പ് കൂളിൻ്റെ കാസൽ 240 EXA RGB ലിക്വിഡ് കൂളറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കോമ്പനൻ്റ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പനൻറ്റ്സ് ആണ്. എസ്പെഷ്യലി നിങ്ങളുടെ ബഡ്ജറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനെ തകിടം മറിക്കാൻ പറ്റുന്ന ഒരു കോമ്പനൻ്റ് ആണ്. അതാണ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇൻ ജനറൽ ഗ്രാഫിക്സ് കാർഡ്. മൈനിങ്ങും പിന്നെ ഈ ചിപ്പ് ഷോർട്ടേജ് കാരണം ഗ്രാഫിക്സ് കാർഡിൻ്റെ അവൈലബിലിറ്റി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രൈസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിട്ടുന്നുണ്ടെങ്കിൽ നല്ല പ്രൈസൊക്കെ ആയിരിക്കും. ഓക്കെ, സോ നല്ല രീതിയിൽ ഡിസൈഡ് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അതനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ഇടാൻ നോക്കുക. അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലും അതായിരിക്കും കുറച്ചും കൂടി ബെസ്റ്റ്. സോ എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ RTX 3060 അല്ലെങ്കിൽ RTX 3060 Ti. ഓബ്വിയസ്ലി RTX 3060 Ti എടുത്തതുകൊണ്ട് ബഡ്ജറ്റ് കുറച്ചും കൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്യേണ്ടി വന്നു. പക്ഷേ നല്ലൊരു പെർഫോമൻസ്, ആ ഒരു പെർഫോമൻസ് ഗ്യാപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്തായാലും ഞാൻ കുറച്ച് സ്ട്രെച്ച് ചെയ്തു. പക്ഷേ എന്തായാലും നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് കിട്ടി. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡാണ് സൊട്ടാക്കിൻ്റെ ഗെയിമിംഗ് GeForce RTX 3060 Ti Twin Edge LHR വിത്ത് 8GB മെമ്മറി. സോ നീണ്ട ഒരു പേരാണ്. ബേസിക്കലി സൊട്ടാക്ക് എന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് വരുന്ന GeForce RTX 3060 Ti ഗ്രാഫിക്സ് കാർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സൊട്ടാക്കിൻ്റെ എടുക്കാനുള്ള മെയിൻ കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതിനോടൊപ്പം തന്നെ സൊട്ടാക്കിൻ്റെ സൈഡിൽ നിന്ന് എക്സ്ട്രാ വാറൻറ്റി, എക്സ്റ്റൻഡഡ് വാറൻറ്റി കിട്ടുന്നുണ്ട്. 2+3 നോർമലി 2 ഇയേഴ്സിൻ്റെ ആണ്. പ്ലസ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അഡീഷണൽ 3 ഇയേഴ്സും കിട്ടുന്നുണ്ട്. സോ അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ്. നെക്സ്റ്റ് റാം നോക്കാം. സോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന റാമാണ് 2x8GB, അതായത് 8GB 2 സ്റ്റിക്സ് ഉണ്ട്. ബ്രാൻഡാണ് XPG Spectrix D50. ഓക്കെ, അതാണ് യൂസ് ചെയ്തിരിക്കുന്ന റാം. ഒരുപാട് കമ്പനികളുടെ റാം വരുന്നുണ്ട്, വില കൂടുതലും വില കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരെണ്ണം എടുക്കുക. ഓക്കെ, നല്ലൊരു ഫാസ്റ്റ് സ്പീഡുള്ള എടുത്താൽ മതി, കുറച്ചുകൂടി നല്ലൊരു ബെറ്റർ പെർഫോമൻസ് കിട്ടും. പിന്നെ എത്ര GB എടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പിന് വേണ്ടി, അതായത് RTX 3060 Ti ആൻഡ് നമ്മുടെ 5600X ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു മിനിമം 16GB എങ്കിലും എടുക്കണം. 8GB എടുക്കരുത് കേട്ടോ, കാരണം എനിക്ക് ആ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ഇതാണ് എൻ്റെ ഏസൂസിൻ്റെ FX 504 ആണ് ടഫ് സീരീസ്. ഇതിലാദ്യം 8GB ആയിരുന്നു റാം. പിന്നെ എനിക്കത് കൂട്ടേണ്ടി വന്നു, കാരണം പ്രീമിയർ പ്രോ അല്ലെങ്കിൽ അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം 16GB എന്തായാലും വേണം. പ്രീമിയർ പ്രോ, ഫോട്ടോഷോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റാം വേണം. സോ മിനിമം 16GB ഞാൻ റെക്കമെൻഡ് ചെയ്യും. നെക്സ്റ്റ് ആണ് സ്റ്റോറേജ്. സോ നമ്മുടെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, എൻ്റെ ലാപ്ടോപ്പിൽ 120GB SSD ആയിരുന്നു, നോർമൽ SATA SSD. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തു, കാരണം ഈ നമ്മുടെ ഫോട്ടോഷോപ്പും പിന്നെ പ്രീമിയർ പ്രോ വിൻഡോസൊക്കെ ഇടുമ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി ഫുള്ളാവും. പിന്നെ അവസാനം വന്നപ്പോൾ 4-5 GBക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചുരണ്ടി എടുക്കുമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ. സോ എൻ്റെ എക്സ്പീരിയൻസ് കാരണം ഞാൻ ഡിസൈഡ് ചെയ്തു ഒരു PC വാങ്ങുമ്പോൾ എന്തായാലും 512GB ഡെഡിക്കേറ്റഡ് C ഡ്രൈവിന് വേണ്ടി തന്നെ വേണം. അതെൻ്റെ ഒരു നിർബന്ധമായിരുന്നു. സോ കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അറ്റ്ലീസ്റ്റ് C ഡ്രൈവിന് വേണ്ടിയുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും NVMe, M.2 NVMe. ഞാനതാണ് എടുത്തിരിക്കുന്നത്. സോ 512GB C ഡ്രൈവ്. സോ ഒരു 2 സ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡറി ഞാൻ പറയാം, സെക്കൻഡ് സ്റ്റിക്കിൻ്റെ ഞാൻ പറയാം. ഫസ്റ്റ് ആണ് C ഡ്രൈവ് കംപ്ലീറ്റ്ലി 512GB XPG Gamix S5 M.2 NVMe ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡറി സ്റ്റോറേജ് ഓപ്ഷണലാണ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ നിങ്ങളുടെ ബഡ്ജറ്റ് ഭയങ്കര റെസ്ട്രിക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്കത് തൽക്കാലം ഒഴിവാക്കാൻ വേണമെങ്കിൽ. ഞാൻ ഒഴിവാക്കിയില്ല. ഇത് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നോർമൽ HDD ഇടാൻ പറ്റും, നോർമൽ പണ്ടത്തെ പെട്ടി ഹാർഡ് ഡിസ്ക് അത് ഇടാം, അല്ലെങ്കിൽ SATA SSD ഇടാം, അല്ലെങ്കിൽ NVMe ഇടാം. സോ എനിക്ക് HDD എന്തായാലും വേണ്ടായിരുന്നു, അത് ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് ഡേറ്റ് ആയി. സോ എനിക്കത് വേണ്ട. 2 ഓപ്ഷൻസ് ഉണ്ട്, SATA SSD അല്ലെങ്കിൽ NVMe. ഞാൻ NVMe ആണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഭയങ്കരമായ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നില്ല. 512GB നോക്കുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കരമായ പ്രൈസ് ഡിഫറൻസ് വരാത്തതുകൊണ്ട് എൻ്റെ സെക്കൻഡറി സ്ലോട്ടിലും അല്ലെങ്കിൽ എൻ്റെ സെക്കൻഡറി സ്റ്റോറേജും അത് തന്നെയാണ്. സെക്കൻഡറി അല്ല, സെക്കൻഡ് സ്റ്റോറേജ് അത് തന്നെയാണ്. സോ എക്സാക്ട്ലി സെയിം 2 സ്റ്റിക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫൈനലി PSU അല്ലെങ്കിൽ പവർ സപ്ലൈ യൂണിറ്റ്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന PSU ആണ് ഡീപ്പ് കൂളിൻ്റെ PM750D ഗോൾഡ്, അതായത് 750 വാട്ട് കപ്പാസിറ്റി ഉള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് PSU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി 750 യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ശരിക്കും 650 യൂസ് ചെയ്താലും മതി. പക്ഷേ എനിക്ക് സെയിം പ്രൈസിൽ, ഓൾമോസ്റ്റ് സെയിം പ്രൈസിൽ 750 കിട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് ഓപ്റ്റ് ചെയ്തു. സോ ഇതാണ് ബേസിക് PC ബിൽഡ് സെറ്റപ്പും. പിന്നെ ഇതിൻ്റെ പെരിഫറൽസ് ഉണ്ടല്ലോ, അതായത് കൂടെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളും, അതങ്ങനെ ഭയങ്കരമായിട്ട് ഗെയിമിംഗ് അല്ലെങ്കിൽ എഡിറ്റിംഗ് RGB സെറ്റപ്പ് ഒന്നുമല്ല.
അതുകൊണ്ടാണത് ഞാനിപ്പം പറയാത്തത്. നോർമൽ സെറ്റപ്പാണ്, ഇനി അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, സോ ഇനിയിപ്പോൾ പുതിയ RGB കീബോർഡ് മൗസൊക്കെ വാങ്ങണം, കുറച്ചും കൂടി ഹൈ റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ വാങ്ങണം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ 24 ഇഞ്ച് 22 ഇഞ്ചിൻ്റെ LG ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ടെമ്പറലി ആ ഒരു മോണിറ്ററിലാണ് ഞാൻ എഡിറ്റിങ്ങും ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നത്. നമുക്ക് അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. എന്തെങ്കിലും പുതിയ കോമ്പനൻറ്റ് ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം തീർച്ചയായിട്ടും. ഓക്കെ, ഈ ഒരു PC ബിൽഡിൻ്റെ ടോട്ടൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1.4 lakh 1.5 lakh അങ്ങനെ എടുത്താൽ മതി. മിക്ക എല്ലാ കോമ്പനൻ്റെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവുന്നുണ്ട്, എസ്പെഷ്യലി ഗ്രാഫിക്സ് കാർഡും. ഇനി 6 മാസം കഴിയുമ്പോഴേക്കും ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട്, കൂടാൻ സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ട്. ഓക്കെ, സോ ആ സമയത്ത് ഒരാളെടുത്ത് ഈ വീഡിയോ എടുത്ത് കണ്ടിട്ട് അയ്യോ ഇതല്ല പ്രൈസ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് തെറ്റാണെങ്കിൽ പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എക്സാക്റ്റ് പ്രൈസ് പറയാത്തത്. ഒരു 1.4 lakh 1.5 lakh അങ്ങനെ പിടിച്ചാൽ മതി, ഓൺലി ഫോർ ദ CPU. ഈ ഒരു ബിൽഡിൻ്റെ പ്രൈസാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, നിങ്ങളൊരു PC മേടിക്കാൻ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ PC നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ്, എന്താണ് ബേസിക് കോൺഫിഗറേഷൻ, താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.